നമസ്കാരം. പ്രകൃതി സുകൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഈ ചാനലിൽ ഒട്ടനവധി പാചക വീഡിയോകൾ പ്രകൃതി രീതിയിൽ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിരുന്നു, പ്രകൃതി രീതിയിൽ പയറുവർഗ്ഗങ്ങൾ നിഷിദ്ധമാണോ എന്ന്. അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് പയർ കൊണ്ടുള്ള, അതും ചെറുപയർ കൊണ്ടുള്ള ഒരു വിഭവമാണ് പരിചയപ്പെടുന്നത്, ഒരു സ്പെഷ്യൽ വിഭവം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പയറുവർഗ്ഗങ്ങൾ ശരീരത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. നമുക്കറിയാം, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ പോഷണത്തിനും ഒക്കെ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ആവശ്യമുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ, അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിലൂടെ, വെള്ളത്തിലൂടെ, നാം ശ്വസിക്കുന്ന വായുവിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെയൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജം ലഭിക്കുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീൻ, മാംസ്യം, കൂടാതെ ജീവകങ്ങൾ, ധാതുക്കൾ, ലവണങ്ങൾ, കൊഴുപ്പുകൾ, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഓരോ ഭക്ഷണത്തിലും ഉൾപ്പെടേണ്ടതുണ്ട്. അതാണ് ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ കൃത്യമായ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെ ശരിയായ ആരോഗ്യത്തിന് ഒക്കെ ഇത്തരം ഘടകങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പയറുവർഗ്ഗങ്ങളിലാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ, പയറുവർഗ്ഗങ്ങൾ മറ്റൊരു ഭക്ഷണത്തോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധ ചേരുവയാണ്. കാരണം അധികം നമ്മൾ പയർ കഴിക്കാറ് ഒന്നുകിൽ ധാന്യത്തോടൊപ്പമാണ്. അതായത് നമ്മുടെ രാവിലത്തെ പലഹാരങ്ങളായ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി, പത്തിരി, ഇത്തരത്തിലുള്ള പലഹാരങ്ങളോടൊപ്പം കറികളായിട്ടാണ് ചെറുപയർ കറി അല്ലെങ്കിൽ കടലക്കറി ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അവിടെയാണ് ഒരു വിരുദ്ധ ചേരുവയായിട്ട് അത് പ്രവർത്തിക്കുന്നത്. കാരണം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നജം ദഹിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ച് അല്ല മാംസ്യത്തെ ശരീരം ദഹിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുന്നത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം പയറുവർഗ്ഗങ്ങൾ വേണ്ട എന്നല്ല, പയറുവർഗ്ഗങ്ങൾ മാത്രമായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ചെറുപയർ, അതല്ലെങ്കിൽ പയർ, മമ്പയർ എന്ന് പറയുന്ന പയർ, കടല, ഇത് മാത്രം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൻ്റെ കൂടെ പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കഴിക്കാം. അത് വേവിച്ചിട്ട് കഴിക്കാം. ഇനി വേവിക്കാതെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നത്. കാരണം ഈ പയറുവർഗ്ഗങ്ങളുടെ ഒരു പ്രത്യേകത, അത് നന്നായി വെന്ത് കിട്ടണമെങ്കിൽ അധിക സമയം വേവിക്കണം. കൂടുതൽ സമയം അത് അടുപ്പത്ത് വേവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരുപാട് പോഷകാംശങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇത് വേവിക്കാതെ കഴിക്കുന്നതിനുള്ള ഏറ്റവും നല്ല രീതിയാണ് ഇത് മുളപ്പിച്ചിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഒരുപാട് വേറെയുമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ജീവൻ്റെ തുടിപ്പ് കണ്ടുവരുന്നത് ആ മുള പൊട്ടുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും എനർജി, ഊർജത്തിൻ്റെ നല്ലൊരു കലോറി ആ സമയത്ത് ആ ഒരു വിത്തിലുണ്ടാകും. അതുമാത്രമല്ല, അത് കഴിക്കുന്നതിലൂടെ അതിൻ്റെ ആ ജീവ തേജസ് നമുക്കും അതിനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പയറുവർഗ്ഗങ്ങൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് ഏറ്റവും നല്ലത് മുളപ്പിച്ച് കഴിക്കുന്നതാണ്. എന്ന് പറഞ്ഞ് വേവിച്ച് കഴിക്കുന്നത് വേണ്ട എന്നല്ല, വേവിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ അത് ധാന്യത്തോടു കൂടി ആകരുത് എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭക്ഷ്യവിഭവമാണ് പരിചയപ്പെടുന്നത്. ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ അറിയാം. സാലഡുകൾ ഉണ്ടാക്കാം, ചമ്മന്തികൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ സൂപ്പുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ വേവിക്കാതെ തന്നെ ചെറുപയർ മുളപ്പിച്ച് അല്ലെങ്കിൽ പയർ മുളപ്പിച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്, ഇതുവരെ ഒന്നും പരിചയപ്പെടാത്ത ഒരു വിഭവമാണ് നമുക്ക് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഉണ്ടാക്കുന്നത്. അല്പകാര്യം കൂടെ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പയറുവർഗ്ഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അതിലുള്ള പ്രോട്ടീൻ്റെ അളവ് തന്നെ.
ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻ പ്ലസ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യവിഭവമാണ് പയറുവർഗ്ഗങ്ങൾ. അതുകൊണ്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ തളർച്ച അനുഭവപ്പെടുന്ന സമയത്തൊക്കെ പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ഇതിൽ ഒട്ടനവധി മൂലകങ്ങൾ, ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മൂലകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുമ്പ്, അതേപോലെ തന്നെ പൊട്ടാസ്യം, കൂടാതെ മഗ്നീഷ്യം. ഇങ്ങനെയുള്ള ധാതുക്കൾ, മൂലകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രക്തക്കുറവുള്ളവർക്ക് നല്ലതാണ്. അനീമിയ പോലെയുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ പയറ് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ മഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കും. മറ്റൊന്ന്, ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റിൻ്റെ അളവാണ്. ഇത് മുളപ്പിക്കാതെ കഴിക്കുമ്പോൾ അതിൻ്റെ മുളയിൽ ഇല വരുന്ന ആ പാകത്തിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റുകളുണ്ട്. ഒരു ദിവസം നമുക്ക് ആവശ്യമായ ഫൈബർ കണ്ടൻറ്റിൻ്റെ അളവ് നമുക്ക് ഒരു നേരം 1-2 സ്പൂണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെ ലഭിക്കും. പിന്നെ ഇത് പല രോഗാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവിഭവമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിൽ അന്നജമുണ്ടെങ്കിലും അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലതാണ്. കൂടാതെ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ്. ഫോളിക് ആസിഡിൻ്റെ അളവ് കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ശരീര പോഷണത്തിന് ആവശ്യമായ ഒട്ടനവധി ഘടകങ്ങൾ പയറുവർഗ്ഗങ്ങളിലുണ്ട്. അത് മുളപ്പിച്ചതാണെങ്കിൽ അത് ഇരട്ടി ലഭിക്കും. ഇനി മുളപ്പിച്ചത് കഴിക്കുമ്പോഴുള്ള മറ്റൊരു ഗുണം, ഇതിലുള്ള അമിനോ ആസിഡുകൾ, അതേപോലെ ഫൈറ്റോ ന്യൂട്രിയൻസ്, കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ. അപ്പോൾ ഇതെല്ലാ പച്ചക്കറികളിലുമുണ്ട്. ചെറുപയർ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ മുളപ്പിക്കുമ്പോൾ ഇതിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നവർക്ക് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ധാരാളം ഉണ്ടായിരിക്കും. കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് അതിൽ ഏറ്റവും പ്രധാനം. ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ തടഞ്ഞു നിർത്താൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് സാധിക്കും. ഒരു ക്യാൻസർ രോഗത്തിലേക്ക് വീഴാനുള്ള സാധ്യത ശരീരത്തിന് ഒരുപാടുണ്ട്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലുള്ള മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ വേവിക്കാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ഇത്തരത്തിലുള്ള വീഴ്ചകളിലേക്ക് ശരീരത്തെ എത്താതിരിക്കാൻ വളരെയധികം സഹായിക്കും. അതേപോലെ ഹൃദയ സംബന്ധമായ പ്രയാസമുള്ളവർക്ക്, കൂടാതെ മലബന്ധമുള്ളവർക്ക് ഒക്കെ നല്ലൊരു ഭക്ഷ്യവിഭവമായിട്ട് നമുക്ക് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളെ കാണാം. അപ്പം നമ്മുടെ നിത്യഭക്ഷണത്തിൽ വേവിച്ച പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഓരോ ദിവസവും മാറി മാറി ഉപയോഗപ്പെടുത്തുന്നതും ഏറ്റവും നല്ലതാണ്. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ധാന്യത്തോടൊപ്പം ചേർത്ത് കഴിക്കരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ഭക്ഷണം ഒരു കപ്പ് ചെറുപയർ അല്ലെങ്കിൽ പയർ അല്ലെങ്കിൽ കടല ഏതെങ്കിലും പച്ചക്കറിയുടെ കൂടെ. ഇനി എങ്ങനെയാണ് പയറുവർഗ്ഗങ്ങളെ മുളപ്പിച്ചെടുക്കുന്നത് കൂടി ഞാൻ ചുരുക്കി എന്ന് പറയാം. നമുക്കറിയാം ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ഒരു തുണിയിൽ കിഴിയാക്കിയിട്ട് അതിൽ കെട്ടി നനച്ച് വയ്ക്കുന്നതാണ്. കഴുകിയതിന് ശേഷം ചെറുപയറോ അല്ലെ പയറോ അതിൽ നനച്ച് കെട്ടി വയ്ക്കുന്നതാണ്. അതാവുമ്പം വെള്ളത്തിലിട്ട് അതിൻ്റെ പോഷകാംശങ്ങൾ കുറച്ചൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെ ആ ഒരു പ്രയാസത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഒരു പാത്രത്തിൽ നമ്മൾ കഴുകിയെടുത്ത ചെറുപയർ അല്ലെങ്കിൽ പയർ വെള്ളത്തിലിട്ട് വെക്കുക. ഇന്ന് രാത്രി അല്ലെങ്കിൽ വൈകിട്ട് ആ വെള്ളം ഊറ്റി അവിടെ വെച്ച് കഴിഞ്ഞാൽ, അടച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അത് മുളച്ചു വരും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല മാർഗ്ഗം എനിക്ക് തോന്നുന്നത് ആദ്യം തുണിയിൽ കെട്ടി വെക്കുന്നതായിരിക്കും. കാരണം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒരു 10 മണിക്കൂർ സമയമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അതിലുള്ള ചില പോഷകാംശങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ ഇന്നത്തെ വിഭവത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത്, അല്പം തേങ്ങ ചെരുകിയെടുത്തത് വേണം,
കൂടാതെ അല്പം ശർക്കര വേണം, ഒപ്പം അല്പം ഈത്തപ്പഴവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ലഡു, വളരെ സ്വാദിഷ്ടമായ പോഷക സമ്പന്നമായിട്ടുള്ള പ്രകൃതി രീതിയിലുള്ള ഒരു ലഡു, ചെറുപയർ ലഡുവാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ 4 ചേരുവകളും ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് മുളപ്പിച്ച ചെറുപയർ, തേങ്ങ ചെരുകിയത്, ശർക്കര, ഈത്തപ്പഴം, ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അമർത്തി മിക്സ് ചെയ്യുക, നന്നായി കുഴച്ചെടുക്കുക. ഈത്തപ്പഴവും തേങ്ങയൊക്കെ നന്നായി ചേർന്ന് വരണം. തുടർന്ന് ഇനി ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഉരുളയാക്കി ലഡുവിൻ്റെ പാകത്തിലേക്കെടുത്ത് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡു തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അധിക സമയം ഇത് വെച്ച് വെക്കാൻ പാടില്ല. കാരണം ഇതിൽ തേങ്ങയും അതേപോലെ ഈത്തപ്പഴമൊക്കെ ചേർത്ത് കുഴച്ചതിനാൽ ഒരു 1-2 മണിക്കൂറിനുള്ളിലെങ്കിലും ഇത് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സ്വാദിഷ്ടമായ ഒരു ലഡു നമുക്ക് മുളപ്പിച്ച ചെറുപയറിൻ്റെ ഒരു ലഡു നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. കുട്ടികൾക്ക് ഏറ്റവും സ്വാദിഷ്ടകരമായ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കാം. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കാനും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്